أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 133-ാമത്തെ ആയത്താണ് ഇപ്പോൾ കേട്ടത്. ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഇബ്രാഹിം തൻ്റെ സന്തതികൾക്ക് ഇക്കാര്യം വസിയത്ത് ചെയ്യുകയുമുണ്ടായി. യാക്കൂബും വസിയത്ത് ചെയ്തു, എൻ്റെ സന്തതികളെ, സത്യമായും അള്ളാഹു ഈ മതത്തെ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. അതിനാൽ അള്ളാഹുവിനോട് പരിപൂർണമായ അനുസരണം പുലർത്തുന്നവരായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ സന്താനങ്ങളോടും അവരുടെ സന്താനങ്ങളോടും ഹസ്രത്ത് യാക്കൂബ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മക്കളോടും കൽപ്പിച്ചിരുന്നത്, വസിയത്ത് ചെയ്തിരുന്നത്, നിങ്ങൾക്ക് മാത്രമായിട്ടല്ല നന്മ കാക്ഷിക്കേണ്ടത്, മറിച്ച് മുഴുവൻ ലോകത്തെയും അതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇവിടെ ഫലാ തമൂത്തുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ എന്നതിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ എല്ലായ്പ്പോഴും ഇസ്ലാമിൽ തന്നെ നിലനിൽക്കുക, അതായത് മുസ്ലിം ആയ അവസ്ഥയിൽ നിലനിൽക്കുക. കാരണം മരണം എപ്പോൾ വന്നെത്തും എന്ന കാര്യം മനുഷ്യന് അറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ടുള്ള ജീവിതം നയിക്കുക. രണ്ടാമത്തെ അർത്ഥം, നിങ്ങൾ അള്ളാഹുവുമായുള്ള നിങ്ങളുടെ ബന്ധം എത്രമാത്രം വർദ്ധിപ്പിക്കണമെന്നാൽ നിങ്ങൾ നാശത്തിലകപ്പെടുന്നത് അവന് സഹിക്കാൻ സാധിക്കാത്തത്ര ഒരു ബന്ധം അവനുമായി ഉണ്ടായിരിക്കണം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ പരിപൂർണ വിശ്വാസിയായിക്കൊണ്ട് അവൻ നിങ്ങളിൽ തൃപ്തനായിട്ടുള്ള അവസ്ഥയിലായിരിക്കും മരണം നിങ്ങൾക്ക് വന്നെത്തുക. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു തുടർന്ന് വിവരിക്കുന്നു, വിശുദ്ധ ഖുർആനിൽ നിന്നും മനസ്സിലാകുന്നത് മനുഷ്യന് ഞെരുക്കത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും രണ്ടവസ്ഥകൾ മാറി മാറി വരുന്നു. പലപ്പോഴും അള്ളാഹുവിലുള്ള സ്നേഹത്തിൽ ലയിച്ച് ലോകത്തെ മറന്നു പോകുന്നു. എന്നാൽ പലപ്പോഴും ഇതര വസ്തുക്കളിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരിഞ്ഞ് അതിൻ്റെ ഫലമായി അള്ളാഹുവിനെ മറന്നു പോകുന്നു. ഇത്തരത്തിൽ മനുഷ്യൻ്റെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഞാൻ കപടവിശ്വാസിയായിരിക്കുന്നു, മുനാഫിഖ് ആയിരിക്കുന്നു. അവിടുന്ന് ചോദിച്ചു, അതെങ്ങനെ? അപ്പോൾ അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങയുടെ സമീപത്തിരിക്കുമ്പോൾ ഒരവസ്ഥയിലും എന്നാൽ വീട്ടിലെത്തുമ്പോൾ മറ്റൊരവസ്ഥയിലും ആയിപ്പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഇതിൽ ഭയപ്പെടേണ്ടതില്ല. മനുഷ്യൻ സദാസമയവും ഒരേ അവസ്ഥയിൽ തന്നെ ആയിരിക്കുകയാണെങ്കിൽ അവൻ മരിച്ചു പോകുന്നതാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള ഞെരുക്കത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും അവസ്ഥയുടെ ഘട്ടങ്ങളും ദർജകളും വ്യത്യസ്തമായിരിക്കും. പരിപൂർണനായ ഒരു വിശ്വാസിയുടെ, അതായത് ഉന്നത നിലവാരത്തിലുള്ള ഒരു വിശ്വാസിയുടെ ഞെരുക്കത്തിൻ്റെ അവസ്ഥ അതിനു താഴെ ദർജയിലുള്ള ഒരാളെ സംബന്ധിച്ച് ചിലപ്പോൾ ആശ്വാസത്തിൻ്റെ നിലവാരത്തിലായിരിക്കും. ഇതുപോലെ തന്നെ പ്രവാചകന്മാരുടെ ഞെരുക്കത്തിൻ്റെ അവസ്ഥ സിദ്ദീഖുമാർക്ക് ആശ്വാസത്തിൻ്റെ അവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ ചില സുഹൃതവാന്മാരുടെ അവർക്ക് തിന്മയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നന്മയായിരിക്കും. ചുരുക്കത്തിൽ മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള അവസ്ഥകൾ മറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ
മരണം വരുന്നത് എപ്പോഴാണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അവനുമായുള്ള ബന്ധം നല്ലതാക്കുക. അങ്ങനെയാകുമ്പോൾ അവനുമായി നിഷ്കപടമായ യഥാർത്ഥമായ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് മരണം വന്നെത്തുന്നതാണ്. അതായത് നിങ്ങളുടെ മരണം ആ അവസ്ഥയിലായിരിക്കും. ഇതിൻ്റെ തുടർന്നുള്ള വിശദീകരണം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കേൾക്കാവുന്നതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് വബാരിക് വസല്ലിം ഇന്നക ഹമീദും മജീദ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.